കാടിലൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു വഴി. പക്ഷെ അത് കാടാനേ വേറെ സംഭവം കാണിച്ചു തരാം. വഴിയുണ്ടോ? പക്ഷെ അത് വഴിയാ. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അങ്ങനെ കയറി കണ്ടോ, ഉള്ളു കാടാ. അവളുടെ വീടിൻ്റെ ബാക്ക് ഭാഗം അതൊക്കെ. എൻ്റെ ഉള്ളിൽ അപ്പുറത്തൊക്കെ വീടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു വെറുതെ ഇങ്ങനെ കാടൊക്കെ ഇവിടെ എന്താ ഏതാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇവിടെ കൊള്ളാം. അപ്പുറ സൈഡിൽ പാറമടയുണ്ടെന്ന് പറയുന്നുണ്ട്. പാറമടയിൽ എവിടേക്ക് ഒന്ന് പോയി നോക്കണം, എങ്ങനെയാണെന്ന് അറിയാം. നോക്കുക. നിറച്ച് കാടൊത്ത കാട്. അന്നൊക്കെ ഇവിടെ കാടും കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ലല്ലോ. അപ്പോൾ നോക്കി വെച്ച് വരാം. നോക്കിയിട്ട് വരാമെന്ന് വെച്ചു. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. എളുപ്പമല്ലോ. അച്ചവിടെ മരത്തിലൊക്കെ കയറുന്നുണ്ട്. ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് ചീക്കുവടിയിൽ വെക്കുന്നുണ്ട്. എൻ്റെ മുന്നേ കെട്ടിയോളെ എളുപ്പമല്ലാട്ടാ. അയ്യോ കയറി പോവാ. എങ്ങനെയാ നോട്ടെ. ഒരു കറണ്ട് നിലത്തേക്ക് എത്താതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അവരങ്ങ് ദൂരെ. ഞാൻ മുകളിലേക്കൊന്ന് കയറി പോയോക്കട്ടെ, എന്താ കഥ നോക്കാലോ. ഇതുകൂടെ കയറാൻ ബുദ്ധിമുട്ടാട്ടോ. നോട്ടെ, ഇപ്പുറത്തോടെ കിടക്കാം. ഈ കോർണർ വലിയ പ്രശ്നമില്ല. എൻ്റെ പൊന്നു മോനെ, തുമ്പി തേങ്ങയൊക്കെ ഉണ്ടോ. കയറാൻ ഇച്ചിരി പാടാണേ. അവിടെ സ്റ്റെപ്പുണ്ട്, രക്ഷപ്പെട്ടു. സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റെപ്പാട്ടോ, കാണില്ലേ. എന്തോന്ന് കയ്യിൽ കുത്തി, എന്താണെന്നറിയാൻ പാടില്ല. കയറിപ്പോയി നോക്കാം. ശബ്ദം കേൾക്കണുണ്ടോ? പാറമടേൻ്റെ അവരേറ്റവും അടിയില്ല. അതിൻ്റെ ഗ്യാപ്പിൽ നിന്നിട്ട് വിളിക്കുന്നുണ്ട്, വായോ എന്ന് പറഞ്ഞിട്ട്. ഒന്നുകൂടി മുകളിൽ പോയി നോക്കാം. തിരിച്ച് വരും വഴി ഇറങ്ങാൻ പറ്റിയില്ലേ വിടുക. അതിലൂടെ ഗ്യാപ്പുണ്ട്. ഇവിടെ ആരാണോ ഇതുപോലെ സ്ലോപ്പൊക്കെ കിട്ടി നോക്കുന്നത്? ഏകദേശം ഇവിടെ കപ്പ കൃഷിയൊക്കെ ഉണ്ടേ. ആരാ നടുന്നത്? പോരാ. കപ്പ കൃഷി ആരാ നടുത്തെ എന്താണെന്നൊന്നും അറിയില്ല.
ഇങ്ങനെയും അഡ്വഞ്ചർ കൊള്ളാം. ഒന്ന് വളഞ്ഞു തിരിഞ്ഞു പോവാം. റബ്ബറൊക്കെ വെട്ടിയിട്ടുണ്ട് കാലത്ത്. ഏകദേശം ഒരു മലയുടെ മുകളിലേക്ക് എത്തിണ്ടേ. ശീകുല വീട് ഏറ്റവും അടിയിലാണ്. പാറവടയുടെ മുകളിലെത്തി അവസാനം. എൻ്റെ പൊന്നോ, പാറവട. എളുപ്പല്ലടോ. ഏറ്റവും ടോപ്പിലെത്തിയിട്ട ഞാൻ. ഒരു വിധത്തിലല്ല, അതിൻ്റെ ടോപ്പിലാണ്. കുന്ന് കയറി വന്നിട്ട് ആകെ സീനാണ് കേട്ടോ അവിടെ. കൊള്ളാലേ. ഒന്നാമതൊരു അടിപൊളി വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, കയറിയിട്ട് ചുമച്ചു. ഇങ്ങനത്തെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പാറ ഒന്നും പൊട്ടിക്കുന്നില്ല ഈ സമയമായതുകൊണ്ട്. അല്ല, ഞാൻ തൃശ്ശൂർക്കാരനല്ലേ, എന്നിട്ട് കോട്ടയം ഭാഷയാണല്ലോ കയറി വരുന്നത്. അയ്യോ, കുന്നുകയറി എവിടേക്കും പോയോ? അല്ല, അതേ ഏറ്റവും അടിയില്ല അവിടെ പാറ പൊട്ടിച്ചൊക്കെ നിറയ്ക്കുന്നുണ്ട്. ഈ സിസ്റ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ടിട്ട്. കലക്കം വ്യൂവാ, അടിപൊളിയുണ്ട്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഈ പാറമടയുടെ പൊട്ടിക്കൽ കാരണം കൊണ്ട് നമ്മുടെ വീട്ടിന് വരെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണ് മെയിൻലി ഹൈവേയിലേക്കുള്ളതും എല്ലാ കാര്യങ്ങൾക്കുള്ള പാറ ഒട്ടിക്കുന്നതെന്ന് ഞാൻ കേട്ട് നോക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അയ്യോ, ഇത് സീനായിട്ടുണ്ട്. നല്ല നല്ല രസമായിട്ടുണ്ട് എന്തായാലും സംഭവം. കൊള്ളാം. പൊത്തി പിടിച്ച് വലിഞ്ഞ് കന്ന് കയറിയതിന് ഉപകാരമുണ്ടായി. എനിക്കത് ഇഷ്ടമായി. അയ്യോ, ഗംഭീരമായിട്ട്. ഇനി താഴേക്ക് ഇറങ്ങണ്ടേന്ന് ആലോചിക്കുമ്പോൾ, താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതിന് വലുതാവുന്ന പോലും ആലോചിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അവിടെ നിന്ന് നടന്നു നോക്കിയിട്ട് അവിടെ അപ്പുറത്ത് എന്താണെന്ന് നോക്കാം നമുക്ക്. എന്തായാലും കോറി അടിപൊളി. അവിടെ ഒന്ന് അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാമല്ലോ. വേറൊരു മലയുണ്ടേ, ഇതൊരു സൈഡാണ്, ക്ലിഫ് പോലെ ഒരു സംഭവം. അതുകൊണ്ട് അയ്യോ, താഴെ പോയി തീർന്നു. വഴിയൊന്നുമില്ല. ആ വഴിയോണ്ട് ഉരുണ്ട് താഴെ പോവാം. ഇത് മണ്ണിട്ട് പൊക്കിയിരിക്കുന്ന സ്ഥലമാണ്. കണ്ടോ? അയ്യോ, അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ. ബാക്കി വെച്ചിട്ട് നമുക്ക് കാണാം, ഇറങ്ങുന്ന വീഡിയോ എടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, ആ ക്രെയിൻ വെച്ചിട്ട്, ക്രെയിനല്ല JCB, മണ്ണുമാന്തി എന്നൊക്കെ പറയും. അത് ടോർസിലാട്ടോ നിറച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര ചെറുതാന്ന് നോക്കും. അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, ഒരാൾ നിൽക്കുന്നുണ്ട്. ഇത്ര കുഞ്ഞിതാ നോക്ക്, അത്രയും ഡെപ്ത് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വീണാൽ പൊടി പോലും കിട്ടാത്ത ഓരോ നിലയില്ലാത്തൊരു ടൈപ്പാണ്. എന്നാലും അടിപൊളിയായിട്ടുണ്ട് സംഭവം. അതെ, ബാക്കി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ കാലൊക്കെ ചൊറിയുന്നുണ്ട്. കാല് ചൊറിയാനുള്ള കാരണം വെച്ചാൽ എന്തോ തുമ്പോയിൽ കടിച്ചുന്നുണ്ട്. അയ്യോ, നല്ല സുഖണ്ടേ. അയ്യോ, മണ്ണ് ഇഴുകാതിരുന്നാൽ മതി. അതൊക്കെ ഇങ്ങനെ കയറാം. ഹൈക്ക് ട്രക്ക് ചെയ്യണ പോലൊക്കെ തന്നെ. ഇതൊരു അഡ്വഞ്ചറസ് പരിപാടിയാണ്. അടിപൊളി. വന്ന വഴി ഇതാണേ. ഓക്കെ, എങ്ങനെയോ ഏതൊക്കെയോ വലിഞ്ഞ് വെറിച്ച് കയറി വന്നു. ഇവിടെ ചില വഴികളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ
കറക്റ്റ് വഴി എനിക്കറിയാത്ത കാരണം കൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ വഴിക്ക് കയറി വന്നേ. അയ്യപ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ വഴിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ബംഗാളികളുണ്ട്, കുറച്ച് ഭായിമാരുണ്ട് ഇവിടെ. നമ്മുടെ ഈ കോറിയിലൊക്കെ പണിയെടുക്കുന്ന അവരുണ്ട് ഇവിടെ കുറച്ച്. അപ്പോൾ അവരുടെ താമസം ഇതിൻ്റെ അടിയിലാണേ. അപ്പോൾ അവർ ഈ വഴിക്കാണ് പോകുന്നതെന്നുണ്ട് സ്ഥിരം. ഞാൻ വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്ന് അപ്പുറത്തെ വഴിയുടെ കയറി വന്നിട്ട് അവർ ഈ വഴിക്കാണ് പോകുന്നതെന്നുണ്ട്. നോക്കട്ടെ, ഈ വഴിക്ക് പോകുന്ന വഴി തട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓ അവരവിടെ ഉണ്ടേ. പരപ്പം നിൽക്കണ്ട അവിടെ. നമുക്ക് വന്ന വഴിക്കാൻ ഇറങ്ങാം. ഇല്ലയെന്നുണ്ടെങ്കിലേ നമുക്ക് വഴി തെറ്റും. വഴി തെറ്റാച്ചെങ്കിൽ നമ്മുടെ ലക്ഷ്യം വേറെ സ്ഥലത്തേക്കാണ്. മീൻസ് നമ്മൾ ഇവിടേക്കാണ് പോകേണ്ടത്, പരപ്പൻ്റെ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അവരവിടെ നിൽപ്പുണ്ടല്ലോ, അവരും കൂട്ടിയിട്ട് വേണം പോകാൻ. മുമ്പോ ഇതേ കണ്ടോ, നല്ലൊരു സ്ലോപ്പാണ്. ആ വഴിക്ക് അങ്ങോട്ട് നോക്കിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് കൊടുക്കും. എന്തായാലും കൊള്ളാം. കൈയും എന്തോ തുമ്പൊക്കെ കടിച്ചെന്നുണ്ട്, കൈ ചൊറിയുന്നുണ്ട് അല്ലാണ്ട്. നമ്മൾ വന്ന സ്റ്റെപ്പ് ഇത് ഇറങ്ങാൻ പോവാ. വീട് വരള് ഞാൻ വീഡിയോ കാണിച്ചാലോട്ടോ. ഏതാ തുമ്പതിൽ എറിഞ്ഞിട്ടുണ്ട്, കൈ നല്ലോണം ചൊറിയുന്നു. കല്ലളക്കുന്നുണ്ട്. ജയിക്കു നിൽക്കുന്നു. വരുന്നു. ഇപ്പുറത്തെ സൈഡ് ഇറങ്ങാം. ഇപ്പുറത്തെ സൈഡ് ഇറങ്ങിയില്ലെങ്കിൽ അതിന് വീണ്ടും ഒരു വിധത്തിലെത്തും ഞാൻ അടിയിലേക്ക് ഒറ്റയടിക്ക്. അവിടെ എന്തോ പാറൊക്കെ നിലത്തേക്ക് ഉരുണ്ട് വരേണ്ടി വീണിട്ടുണ്ട്. അപ്പോൾ ഏത് വഴിക്കാണ് വന്നേ? ഈ വഴിക്ക് ഇറങ്ങുക. വഴിക്ക് തന്നെയാട്ടോ ഞാൻ വന്നേ. അത് അടവ് പോണേ. എന്തൊക്കെയോ പൈപ്പ് ലൈനൊക്കെ ഉണ്ടേ. വന്ന വഴിക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയോ. അല്ല എന്തെങ്കിലുമൊക്കെ കടിക്കോ ഇല്ലയെന്നൊന്നും ഒന്നും അറിയില്ല. അപ്പുറത്തെ വഴിക്കാൻ നോക്കാം. അപ്പുറത്തെ വഴിക്ക് പോയേക്കാം. ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പുളിയറുമ്പ് കാലിൽ പുളിയറുമ്പ്. ഒരു സന്തോഷം. അത്ര വരെ പോയി.
ഇത് ചക്ക പോയി. മുളഞ്ഞു പറ്റുന്ന കാരണം ഞാൻ കൈ ഒന്നും പറഞ്ഞു പുളിറുമ്പ് അടിക്കുന്നുണ്ട്. പുളിറുമ്പ് അടിക്കുന്നത് പറയാ. പുളിറുമ്പ് നീറ്. അച്ഛൻ്റെ ഈ ചക്കയൊക്കെ ചുമന്ന് പോകണ്ടേ. ചൊക്കയല്ലടി ചക്ക. കണ്ടോ കുഴിയിലേക്ക് അടിയിലേക്ക് താഴേച്ച് എളുപ്പമല്ല കേട്ടോ. പേരപ്പൻ ഇതിവിടെ നിന്ന് എന്നും താഴെ വരും. താഴെ വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കാര്യങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കാറുണ്ടേ. വയസ്സായിട്ടും അത് കാലിനൊന്നും വയ്യ. എന്നാലും പക്ഷേ ഈ വഴിയൊക്കെ നടന്ന് വന്നിട്ട് മുകളിലോട്ട് വന്നിട്ടാണ് അവിടെ വരുന്നതെന്നും. ഇവിടെ കറണ്ട് പോസ്റ്റ് വെച്ചിട്ടുണ്ടേ. ഉണ്ടോ? ഇവിടെ ഈ കറണ്ട് പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വഴി ഈ കണ്ട വഴിയൊക്കെ ഞാൻ വന്നു. അവരവിടെ പോകുന്നുണ്ട് ഫ്രണ്ടിൽ. എളുപ്പമല്ല. ശരിക്കും ഗാർഡൻ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. അതേ കണ്ടില്ലേ, റബ്ബർ ഒലിപ്പിച്ചോളൂ. റബ്ബർ മരമാണ്. അവിടെ മുകളിലൊക്കെ ഒരു വീടുണ്ട്. അച്ഛൻ ശ്രീക്കും ദേ പോകുന്നുണ്ട് താഴേക്ക്. ഞാനെന്തേ ഈ വഴിക്ക് ഇങ്ങനെ പതുക്കെ ഇറങ്ങുന്നു. അയ്യവാ, നിറച്ച് റബ്ബർ മരം. എത്രയും വലുതാ കേട്ടോ, വർഷങ്ങളോളം പഴകളോ. ഇവിടെ മുകളിലൊക്കെ വീടുണ്ട്. ചാടിയതാണ്. സീൻ തന്നെ വേർത്തു. മുകളിൽ വരെ കയറി, കുന്നും ഫുള്ള് കയറി വന്നപ്പോഴേക്കും വേർത്തു ഞാൻ. പറ്റില്ലപ്പാ. എൻ്റെ തൃശ്ശൂർ ഭാഷയൊക്കെ ആ വഴിക്ക് ഇങ്ങോട്ട് പോയിരുന്നുണ്ട്. അവിടെ വന്നപ്പോൾ കോപ്പ് കണിമംഗലം ദേശം. ഇത്രയും താഴത്തേക്ക് വരണം നമ്മുടെ വീട്ടിലോട്ട്. നീ ഇതും കൂടി ഒന്ന് ഇറങ്ങാണ്ട്. ഇതാണ് നമ്മുടെ വീട്, ശ്രീക്കുവിൻ്റെ വീട്. ഇതാണ്. ഇതേതോ പഴയൊരു വീട് പൊളിച്ചിട്ട് നോക്കുന്ന ശ്രീക്കുവിൻ്റെ വീട്. സൈഡ് ഭാഗം നമുക്ക് ബാക്കിലൂടെ വരുന്നതുകൊണ്ട് ഈ വഴിക്ക് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വഴി നമ്മൾ മറ്റുള്ള വീഡിയോസിൽ കാണിച്ചെന്ന പോലെ അപ്പുറത്തെ വഴിക്കാണ് കയറേണ്ട വരാം. ഇത് നമുക്ക് ഇതോടെ കിടക്കാൻ സുഖമായിട്ട് തിരിച്ച് വീട്ടിലെത്തി എക്സ്പ്ലോറിങ്. അപ്പോൾ ഗൈസ് ദേ ലോറി പോകുന്നുണ്ട് കോറിയിലേക്കുള്ളത്. കണ്ടില്ലേ, അതാണ് അവിടുത്തെ അവസ്ഥ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.